ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കാം. മൗനമായിരിക്കാൻ തന്നെ ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാണ്ട് ശബ്ദം ഉയരട്ടെ, ദൈവത്തിന്റെ ശബ്ദം ഉയരട്ടെ. ആമേൻ. ദൈവത്തിന്റെ ശബ്ദം ഉയരും. ആരാധന ഉയരുമ്പോൾ ദൈവശക്തി വ്യാപരിക്കേണ്ടതിനായി നമുക്ക് എല്ലാവരും ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കാം. ഒരു വലിയ ദൈവശക്തി വരുമ്പേണ്ടതിനായി പ്രാർത്ഥിക്കാം. Praise the Lord, praise the Lord, praise the Lord. Hallelujah. അവൻ മോശസ് സമാഗമനത്തിന് പ്രവൃത്തി നിവർത്തിയപ്പോൾ അവൻ സമാഗമന കൂടാരത്തിൽ ദൈവസാന്നിധ്യം ഇറങ്ങിയതുപോലെ സലോമോന്റെ ദേവാലയത്തിൽ അവൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവസാന്നിധ്യം ഇറങ്ങിയതുപോലെ ഇന്ന് പകൽക്കാലം ദൈവങ്ങളായി നമ്മൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ അല്പനേരം ദൈവത്തെ ആരാധിക്കുമ്പോൾ ഒരു ദൈവശക്തി ഇറങ്ങട്ടെ. കേൾവിക്കാരായിരിക്കാതെ മൗനമായിരിക്കാതെ എല്ലാവരും ദൈവം സ്തുതിച്ചാട്ടെ. ശബ്ദം ഉയർത്തി. യെസ്, ഉയരട്ടെ, ശബ്ദം ഉയരട്ടെ. പോരാ പോരാ, ദൈവശക്തി ഉയരാമേ. ഓ, കരങ്ങൾ ചലിക്കട്ടെ, നാവുകൾ ചലിക്കട്ടെ, ചുണ്ടുകൾ ചലിക്കട്ടെ. ഓ, പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിക്കുവാൻ എല്ലാവരും. ഓ, യേശുവിന്റെ നാമത്തിൽ ബന്ധനങ്ങൾ അഴിയുവാൻ, രോഗങ്ങൾ മാറുവാൻ, ക്ഷീണങ്ങൾ മാറുവാൻ, ഓ ദൈവകൃപ വ്യാപരിക്കുവാൻ എല്ലാവരും ശക്തിയോടെ സ്തുതിക്കട്ടെ. ആരോഗ്യമായിരിക്കാതെ ആരോഗ്യമായിരിക്കാതെ എല്ലാവരും ശക്തിയോടെ ദൈവത്തെ ആരാധിക്കുക. Praise the Lord, praise the Lord. Oh, hallelujah, hallelujah. ആരാധനയുടെ വിടുതൽ നടക്കുവാൻ, ദൈവസാന്നിധ്യം ഇറങ്ങി വരുവാൻ, അന്ധകാര ശക്തികൾ നീങ്ങിപ്പോകുവാൻ, കാർമേഘ പടകൾ നീങ്ങിപ്പോകുവാൻ, ദൈവിക സാന്നിധ്യം ഇറങ്ങുവാൻ, ദൈവിക മഹത്വം ഇറങ്ങുവാൻ. ഓ, യേശുവിന്റെ നാമത്തിൽ ദൈവകൃപ വ്യാപരിക്കാൻ ശക്തിയോടെ ആരാധിക്കണം. Yes, yes, yes. ഐക്യമാഷ ദൈവത്തെ ആരാധിക്കണം, ദൈവത്തെ സ്തുതിക്കണം. Praise the Lord, praise the Lord, praise the Lord, praise the Lord. രോഗിയായി വന്നവർ രോഗിയായി മടങ്ങി പോകാതെ, ഭാരമുള്ളവർ ഭാരത്തോടെ മടങ്ങി പോകാതെ, ക്ഷീണമുള്ളവർ ക്ഷീണത്തോടെ മടങ്ങി പോകാതെ, ബന്ധനത്തോടെ മടങ്ങി പോകാതെ, ഇന്ന് പകൽക്കാലം വിടുതൽ ദിവസമായി തീരുവാൻ ദൈവശക്തി വെളിപ്പെടുന്നു. യേശുവിനോട് വിടുതലുണ്ടല്ലോ, യേശുവിന് സാധനം വിടുതലുണ്ടല്ലോ. ദൈവകൃപ വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. Praise the Lord, praise the Lord, praise the Lord. Hallelujah. Hallelujah, hallelujah, hallelujah. സ്തുതികളുടെ വസിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം കർത്താവിനെ വരുവാൻ കർത്താവിനെ സഹായിക്കുന്നതാണ്. നമുക്ക് എല്ലാവരും ദിവസങ്ങളിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കാം. Praise the Lord, praise the Lord. Hallelujah. Glory to God. Hallelujah. Praise the Lord, praise the Lord, praise the Lord. Hallelujah, hallelujah. കരങ്ങളിൽ പെരുക്കിക്കൊണ്ട് ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കാം. ആരാധനയോടെ ദൈവത്തിന് മഹത്വം കൊടുക്കാം. Praise the Lord, hallelujah, hallelujah. Praise the Lord, hallelujah. കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും കർത്താവിന്റെ ശ്രേഷ്ഠന്മാരായ ദാസന്മാരും വിശേഷാൽ അതിഥിയായിരിക്കുന്ന കർത്താവിന്റെ ശ്രേഷ്ഠ ഭിത്യൻ ഏവർക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നിശ്ചല നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ പ്രാരംഭമായി അറിയിക്കുന്നു. ഈ വെള്ളിയാഴ്ചയുടെ പകൽക്കാലം നാം ഈ ഫാമിൽ ആരാധനയ്ക്കായി കൂടി വന്നിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ആ ബോധ്യമുള്ളവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ നടുവിൽ ശബ്ദമായി വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രാർത്ഥനയാലും അപേക്ഷയാലും ഏതു കാര്യങ്ങളെയും ദൈവസന്നിധിയിൽ സ്തോത്രത്തോടെ അറിയിക്കുവാനാണ് ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദത്തം. പ്രൈസ് ദി ലോർഡ്. നാം ചില സമയം പ്രാർത്ഥനയ്ക്കായിട്ട് വേർതിരിക്കുക. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ആരും പ്രൈസ് ദി ലോർഡ് ഒരു പ്രോഗ്രാം കാണുവാനായിട്ട് കടന്നു വന്ന മനോഭാവത്തിലിരിക്കാതെ വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവപാദപീഠത്തിലായിരിക്കാം. അനേകർ ഇനിയും കടന്നു വരുവാനുണ്ട്. വഴിയാത്രയിലായിരിക്കുന്നവരെ ദൈവം സഹായിക്കുന്ന എല്ലാ വിഷയങ്ങളും നാം ദൈവസന്നിധി സ്തോത്രത്തോടെ അറിയിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഫിലിപ്പ് ലേഖനം പ്രൈസ് ദി ലോർഡ് 4-ാം അധ്യായം അതിന്റെ 6-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് നാം വായിക്കുന്നത്: ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കുക വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കുമെന്നുള്ള ആ വാഗ്ദത്ത വചനത്തിൽ ആശ്രയിച്ച് തുടർന്നുള്ള ശുശ്രൂഷകളുടെ അനുഗ്രഹത്തിനായി ദൈവജനം ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുക. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. വളരെ പകൽക്കാലം കണ്ണുകളടച്ചാതെ ദൈവ സാന്നിധ്യം നമ്മുടെ നടുവിൽ നമ്മെ ഉലാവി നിൽക്കുന്നതിനായി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. മർക്കോസിന്റെ മാളികയിൽ ഇറങ്ങിയ ഒരു ദൈവ സാന്നിധ്യം ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ദേശത്തെ പിടിച്ചു കുലുക്കുവാൻ കഴിയുന്ന ഒരു ദൈവശക്തിയായി നമ്മുടെ മേൽ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. ആഹാബിന്റെ രഥത്തിന് മുൻപാകെ ഓടാൻ കഴിയുന്ന ഏലിയാവുമാർ ഇന്ന് പകൽക്കാലം ഇതിന്റെ നടുവിൽ നിന്ന് പുറത്തു വരുവാൻ സ്വർഗത്തിന്റെ ശക്തി നമ്മുടെ മേൽ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ
എല്ലാ അന്ധകാര ശക്തികളുടെ മേലും അത് വലിയ ജയത്തോടെ യേശുക്രിസ്തുവിന്റെ ശക്തി ആത്മാവിന്റെ ബലത്തോടെ നമ്മുടെ മേൽ ഇന്ന് പകൽക്കാലം വ്യാപരിക്കേണ്ടതിനായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, പകൽക്കാലം ആരാധനയ്ക്കായി മരുഭൂമിയിൽ ദൈവം ഞങ്ങളെ വിളിച്ചു വേർതിരിച്ച് കൂട്ടിക്കൊണ്ടുവന്നല്ലോ. ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായിരിക്കേണ്ടതിന് ലോകസ്ഥാപനത്തിന് മുന്നമേ ക്രിസ്തു യേശുവിൽ ഞങ്ങളെ തെരഞ്ഞെടുത്തു എന്ന ദൈവിക വെളിപ്പാടിൽ അങ്ങയുടെ ജനം ചരിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മ സാന്നിധ്യത്തിൽ കർത്താവിന്റെ ജനത്തെ നിർത്തുമാറാകണമെന്ന് ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവും ജീവനുമുള്ള കല്ലായ ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് ഒരുവൻ കടന്നു വന്നിട്ട് അവനെ ജീവനുള്ള കല്ലുകൾ എന്നതുപോലെ ദൈവത്തിന് ഒരു ആത്മീയ യാഗം കഴിക്കേണ്ടതിന് ഒരു രാജകീയ പുരോഹിത വർഗമായി പണിയപ്പെടുന്നു ദൈവത്തിന്റെ വചനം വിളിച്ചു പറയുമ്പോൾ കർത്താവ് ആ പണി ഇന്ന് പകൽക്കാലം ഞങ്ങൾ ഓരോരുത്തരും നടക്കട്ടെ. കർത്താവിന്റെ പ്രത്യക്ഷത അടുത്തിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കർത്താവ് വിശ്വസ്തന്മാരും ഭക്തന്മാരും കുറഞ്ഞു പോകുന്നതിന്റെ നടുവിൽ ദൈവത്തിന്റെ ശക്തിയാ ഒരു തലമുറയെ അവിടുന്ന് എഴുന്നേൽപ്പിക്കുന്ന ദൈവത്തിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്ന കർത്താവ്. ഹല്ലേലൂയ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ഒരുമിച്ച് ഇന്ന് പകൽക്കാലം നടക്കുന്ന ആത്മീയ ശുശ്രൂഷയെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം കർത്താവിന് നന്ദിയോട് സ്തോത്രം. ഹല്ലേലൂയ. വളരെ ഇടവേളയ്ക്ക് ശേഷം നമുക്ക് ദൈവസഭയെ ഒന്നിച്ച് ഈ ദേശത്തിന് നടുവിൽ നമുക്ക് ഒന്നിച്ച് ആരാധിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ, വിടുതലായി തീരട്ടെ. ഹല്ലേലൂയ. പൂർവ്വകാല കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ഇന്ന് പകൽക്കാലം ദൈവം സഹായിക്കട്ടെ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവസഭയെ ഒരുമിച്ച് ഹല്ലേലൂയ നന്ദിയോടെ സഹോദരൻ കൂടി വന്നത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ, വലിയ വിടുതലായി തീരട്ടെ. ഹല്ലേലൂയ. അന്ധകാര പോരുകൾ മാറട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദിയോടെ സഹോദരൻ മഹത്വത്തിന് പ്രത്യാശ നല്ല സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പകൽക്കാലം കർത്താവേ ഞങ്ങൾക്ക് ഒന്നിച്ച് ഈ ഭൂമിന്റെ ദേശത്ത് ഞങ്ങൾക്ക് ഒന്നിച്ച് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ ഇടയാക്കിയതോട് നന്ദിയോടെ സ്തോത്രം. പല കാലങ്ങളിൽ ദൈവം ഞങ്ങളെ വിളിച്ച് വേർതിരിച്ച് ദൈവം ഞങ്ങളെ നടത്തിയ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അല്ലെങ്കിൽ അങ്ങയുടെ മുഖത്തേക്ക് നോക്കിയവർ ലജ്ജിച്ച് പോകാതെ വേണം അല്ലെങ്കിൽ ഞങ്ങളെ നിർത്തിയത് ഓർത്ത് നന്ദിയോടെ സ്തോത്രം. ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുന്ന പകൽക്കാലം ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവിന്റെ നിറവോടെ അല്ലെങ്കിൽ നന്ദിയോടെ സ്തോത്രം. കർത്താവ് ഞങ്ങൾക്ക് ഒന്നിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇത് പകൽക്കാലം ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു വലിയ കൊള്ള കണ്ടുകെട്ടിയെ പോലെ അല്ലെങ്കിൽ അങ്ങയെ ആനന്ദിക്കുവാൻ, അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ, അങ്ങയുടെ ശക്തിയിൽ ഹലയെ നിറവേറുന്ന ഒരു ആരാധനയായി തീരുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, കർത്താവേ, ഞങ്ങൾ തിരുമേനിക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. നീ സ്വർഗ്ഗങ്ങളിൽ അധിവസിക്കുകയും താഴ്മയുള്ളവരെ കടാക്ഷിക്കുന്ന ദൈവമായിരിക്കാൻ ഞങ്ങളെ സ്തുതിക്കുന്നു. നല്ല ദൈവമേ, ഞങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ച് തീരുമാനിച്ച തിരുസന്നിധിയിലേക്ക് കടന്നു വന്നിരിക്കുന്ന കർത്താവ്, സ്വർഗ്ഗം ഞങ്ങളോട് മനസ്സലിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടികളെ തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു തരുന്ന കർത്താവ്, ഞങ്ങളുടെ സഹോദരന്മാരെ ഏൽപ്പിച്ചു, ഞങ്ങളുടെ സഹോദരിമാരെ ഏൽപ്പിച്ചു, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ചിരുന്നു, ഞങ്ങളുടെ ദൈവദാസന്മാരെ ഏൽപ്പിച്ചു തരുന്ന കർത്താവ്, ഇതിന് ചൊല്ലുമെല്ലാം പ്രിയപ്പെടുക ഞങ്ങളെ സ്തുതിക്കുന്നതിന് വേണ്ടി എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്, ഈ സൗദിയുടെ ഭാഗങ്ങളിൽ കർത്താവ് കടന്നു വന്നിരിക്കുന്ന എല്ലാത്തിന്റെ കുഞ്ഞുങ്ങൾക്കായി ഞങ്ങളെ സ്തുതിക്കുന്നു. അവരുടെ യാത്രകൾക്ക് കൂടെ ഇരുന്നല്ലോ ദൈവകൃപയിൽ നീ പരിപാലിച്ചല്ല കർത്താവ്, കൃപയിൽ നീണ്ടും മറച്ചു കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന് ഞങ്ങൾക്ക് ഒരുപോലെ അനുഗ്രഹമായി തീരുവാൻ സഹായിക്കാണ് ദൈവകൃപ ഞങ്ങളെ പൊതിഞ്ഞാട്ട് കർത്താവ്. ഈ സൃഷ്ടിയുടെ ആരംഭം മുതൽ അവസാനം വരെ എന്റെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നീണ്ട ജനതയെ പരിശുദ്ധമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്, പാടുവാൻ നടത്താൻ പ്രാർത്ഥിക്കാൻ ബന്ധപ്പെടുത്തണമേ. ദൈവകൃപ ഞങ്ങളെ പൊതിഞ്ഞുകൊണ്ട് മാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. നമ്മുടെ ഹൃദയത്തെ കർത്താവിൽ ഏകാഗ്രമാക്കാം. കർത്താവിൽ വചനം പറയുന്നു, എപ്പോഴും സന്തോഷിപ്പീൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുക. ഇതല്ലോ ക്രിസ്തുയേശുവിൽ നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം. നമ്മുടെ ബന്ധനായ കർത്താവ് പറഞ്ഞു, യാചിപ്പിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിപ്പിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. ദോഷികളായ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികമായി കൊടുക്കും. ശിഷ്യന്മാർ ഒരുമനപ്പെട്ട് മർക്കോസിന്റെ മാളികമറയിൽ പ്രാർത്ഥിച്ചപ്പോൾ സ്വർഗത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് അവരെ നിറച്ചവനായ ആ നല്ല കർത്താവിന്റെ തുതിച്ചലിലേക്ക് നമ്മളെല്ലാവരെയും സമർപ്പിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗത്തിലെ നല്ല കർത്താവേ, ഈ
പകൽവേളയിൽ ഞങ്ങൾ ഒരുമിച്ചപ്പന്റെ പാദപീഠം ചേർന്ന് അടുത്തു വരികയാണ് കർത്താവ്. അടികൾക്ക് വേണ്ടി ഇങ്ങനെ നല്ലൊരു അവസരം ഈ ദേശത്തേക്ക് ഒരുക്കിയല്ലോ. ദൈവജനം ദൈവസഭ ഒന്നിച്ചങ്ങയുടെ നാമത്തിൽ ഈ ഭാവിൽ കൂടി വന്നിരിക്കുമ്പോൾ തമ്പുരാന്റെ സാന്നിധ്യം ഈ ഭാവിന്റെ വഴിയിൽ ഇറങ്ങി വന്നിരിക്കുക. ഞങ്ങളതിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്ന എല്ലാ ദൈവജനത്തെ കർത്താവിന്റെ പൊന്നുപാദത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, വഴിയാത്രയിലുള്ളവരെ എത്രയും വേഗം നീ കൂട്ടിക്കൊണ്ട് വരുമാറാകണമെന്ന് അടികളോട് പ്രാർത്ഥിക്കുന്നു. ദൈവജനം ഒന്നിച്ച് ഇന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ ഇവിടെ ഇടിഞ്ഞു വീഴുന്ന പകൽക്കാലം ഞങ്ങൾ വിശ്വസിക്കുന്നവരാണ്. ശത്രുവിന്റെ സകലവിധ ബന്ധനങ്ങളും അഴിഞ്ഞു മാറുന്ന പകൽക്കാലം ഞങ്ങൾ വിശ്വസിക്കുന്നവരാണ്. തുടർന്നുള്ള പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, എല്ലാ ശുശ്രൂഷകളും എസ്പെഷ്യലി ദൈവവചനത്തിൽ നിന്ന് നമ്മോട് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കണം. സങ്കീർത്തനത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കണം. പ്രൈസ് ദി ലോർഡ്. നാം ചെയ്യുന്ന സകല പ്രവൃത്തികളും അത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സഹായത്തോടും ദൈവത്തിന് പ്രസാദകരവുമായി തീരേണ്ടതിന് നമ്മെ തന്നെ ഒരു നിമിഷം ദൈവസന്നിധിയിൽ വിനയപ്പെടുത്താം. ഉന്നതനും ഉയർന്നവനും ശാശ്വത നിവാസിയും പരിശുദ്ധൻ എന്ന നാമമുള്ളവനെങ്കിലും താഴ്മയുള്ളവരോട്, വിനയമുള്ളവരോട്, മനോവിനയമുള്ളവരുടെ അടുക്കലേക്ക് ഇറങ്ങി വരുന്നവനായ നമ്മുടെ ദൈവം ഇന്ന് പകൽക്കാലം നമ്മുടെ നടുവിൽ ഇറങ്ങി വന്ന് നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കേണ്ടതിനായി തുടർന്ന് നടക്കുന്ന സകല ശുശ്രൂഷകളും പ്രൈസ് ദി ലോർഡ് ഏറ്റവും വിടുതലായി മാറേണ്ടതിന് നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ പ്രഭാതത്തിനായി നന്ദിയോടെ ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. തിരുപാദപീഠത്തിലേക്ക് പുത്രനായ യേശുവിൻ നാമത്തിൽ ഒരു പ്രാവശ്യം കൂടെ നാളുകൾക്ക് ശേഷം ഈ ഫാമിൽ നിന്റെ ജനമായ ഞങ്ങൾക്ക് വിവിധ സ്ഥലങ്ങളിൽ നിന്ന്, സഭകളിൽ നിന്ന് ഒരുമിച്ച് ഈ കർത്താവെ ഫാമിന്റെ തണലിൽ കടന്നു വരുവാൻ ഞങ്ങളുടെ ജീവിതത്തെ ഒരുക്കിത്ത നല്ല സാവകാശത്തിനായി നന്ദിയോടെ ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, നിന്റെ ജനമായി ഞങ്ങൾക്ക് ഒരുമിച്ച് നൽകി തന്ന ഈ കൂടിവരവിനായി നന്ദിയോടെ ഞങ്ങളങ്ങ് വാഴ്ത്തുകയാണ്. രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ എവിടെ കൂടിയാലും ഞാൻ അവരുടെ നടുവിലുള്ള നല്ല ചെയ്ത കർത്താവെ, അങ്ങയുടെ സാന്നിധ്യം ഇവിടെ ഉള്ളതിനായി നന്ദിയോടെ ഞങ്ങളങ്ങ് വാഴ്ത്തുകയാണപ്പാ. ഇല്ലായ്മയിൽ നിന്ന് സകലത്തെയും ഉള്ളതുപോലെ വിളിച്ചു വരുത്തിയവനെ, അങ്ങയുടെ സാന്നിധ്യമാണല്ലോ ഇതിന്റെ നടുവിൽ ഉള്ളത്. ഹല്ലേലൂയ. ആ സാന്നിധ്യം ഇന്ന് പകൽക്കാലം കടന്നു വന്ന ഓരോ പ്രിയപ്പെട്ടവർക്കും വിടുതലും ആശ്വാസമായി തീരേണ്ടതിന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, നടക്കുന്ന സകല ശുശ്രൂഷകളെ തിരുക്കരങ്ങളെ കേൾപ്പിക്കുകയാണ്. കൂട്ടിക്കൊണ്ടതിന്റെ ജനത്തിനായി നന്ദിയോടെ സ്തോത്രം. പേരുപേരായി, കുടുംബങ്ങളായി, വ്യക്തികളായി തിരുക്കരങ്ങളെ കേൾപ്പിക്കുകയാണ്. ഞങ്ങൾ അനുഗ്രഹം അനുഭവിപ്പാൻ വിളിക്കപ്പെട്ടതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിക്കുന്ന വചനപ്രകാരം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സഭയാം കുടുംബങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെ ഒരുപോലെ നിന്നാൽ അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയാകണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ആത്മീയവും ഭൗതികവും ശാരീരികവും മാനസികമായ എല്ലാ നിലയിലും ഈ പകൽക്കാലം നിന്റെ ജനത്തെ നീ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അപ്പൊ നമ്മൾ ആരാധിക്കാൻ പോവുകയാണ്. നമ്മളെ പെന്തക്കോസ്തുകാരെ സംബന്ധിച്ചിടത്തോളം ആരാധനയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. ആമേൻ. എവിടെയെല്ലാം ആരാധന വെളിപ്പെട്ടുണ്ടോ അവിടെയൊക്കെ വിടുതലുണ്ട്. അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ കരവെട്ടി ശ്രമിച്ചാട്ടെ. യെസ്, നമ്മൾ വെറും ഒരു അക്ഷരത്തിന്റെ ആരാധനയല്ല, ആത്മാവിന്റെ ആരാധന, ദൈവശക്തി വ്യാപരിക്കുന്ന ആരാധന, പരിശുദ്ധാത്മാവിൽ ഒഴുക്കുള്ള ആരാധന ഇന്ന് പകൽക്കാലം വെളിപ്പെടണം. കർത്താവിന്റെ ഇമ്പവേറിയ ശബ്ദം നാം കേൾക്കണം. ആമേൻ. അക്ഷരം കൊല്ലുന്നു, ആത്മാവും ജീവിപ്പിക്കുന്നു. പകൽക്കാലം വലിയ വിടുതൽ കാണുവാൻ ആരാധിക്കാൻ പോവുകയാണ്. ആരോഗ്യമുള്ളവരൊക്കെ മുട്ടുമിരുന്ന് ആരാധിക്കണം. കായിക സംബന്ധം നമ്മൾ അതിനായി സഹായിക്കും. കണ്ണുകൾ അടച്ചുകൊണ്ട്, കരങ്ങൾ അടിച്ചുകൊണ്ട് പാട്ടിനോടൊപ്പം കായിക സംഘം പാടുന്ന പാട്ടിനോടൊപ്പം തന്നെ ആരാധനയിൽ വെളിപ്പെടുവാനായി തീരട്ടെ. ഞാൻ പറഞ്ഞ പോലെ കുറച്ചുകൂടെ ഒന്ന് കേൾപ്പെടാതെ മുന്നോട്ട് കയറിയിരുന്നാൽ നന്നായിരിക്കും. പിന്നെ ഇനി ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവങ്ങളെ സഹകരിക്കുമല്ലോ. കർത്താവിന്റെ നാമം മഹിമപ്പെടുവാനാണ്. അവന്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവന്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ കടന്നു വരുവേ. അവനെ സ്തോത്രം ചെയ്ത് അവന്റെ നാമത്തെ ഉയർത്തുകയും നമുക്ക് പറയുവാനായിട്ട് മറ്റൊന്നും തന്നെ ഇല്ല. ദൈവസഭ
ക്രൂശ് മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ പ്രശംസ ക്രൂശിനായിരിക്കട്ടെ. Praise God. നമ്മൾ ജീവിക്കുന്നത് ക്രിസ്തുവിന് വേണ്ടി, മരിക്കുന്നത് നമുക്ക് ലാഭം. ഞാൻ വാഴ്ത്താലും മുമ്പോടുത്താൽ, മരുത്താലും മുമ്പോടുത്താൽ. ഹല്ലേലൂയ. കർത്താവിനെ പോലെ ആക്കണമേ എന്നാണ് ഈ ഗാനത്തിലൂടെ പാടുന്നത്. മരണത്തെ ജയിച്ചവനായ ഹല്ലേലൂയ. മരണത്തെയും പാതാളത്തെയും ജയിച്ചവനായ യേശുവിനെയാണ് ഇന്ന് പകൽക്കാലം നമ്മൾ ആരാധിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. We
Praise the Lord. ഇന്ന് പകൽക്കാലവും ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് നമുക്ക് കാരണമുണ്ട്. ഹല്ലേലൂയ. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. Praise the Lord. പൂർണ്ണ മനസ്സോടെ കർത്താവിനെ സ്തോത്രം ചെയ്ത് ആരാധിക്കാം. ഹല്ലേലൂയ. കാലുകൾ ഏറെക്കുറെ വഴുതിപ്പോയി എങ്കിലും കർത്താവ് നമ്മളെ ആ കാലുകളെ ഉറച്ച പാറയായി ക്രിസ്തുവിനാക്കി വെച്ചിരിക്കുകയാണ്. Praise the Lord.